Hi all, Learn with Punnya പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ചെയ്യുന്ന ടോപ്പിക്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നോക്കാൻ പോകുന്നത് സ്മോക്കിംഗ് സെസേഷൻ. My name is Punnya. Welcome to the video. So നമുക്ക് സ്മോക്കിംഗ് സെസേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്മോക്കിംഗ് സെസേഷൻ ഒരു വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. എക്സാമിന് ഒരുപാട് ചോദിക്കുന്ന ടോപ്പിക് ആണ്. എല്ലാവരും സ്മോക്കിംഗ് സെസേഷൻ പഠിച്ചിട്ട് വേണം മോസ്റ്റ്ലി എക്സാമിന് പോകാനായിട്ട്. കാരണം ഇത് വളരെ കോമൺ ആണ് ചോദിക്കാൻ. വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ്. കാരണം നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇവിടെ. സ്മോക്കിംഗ് സെസേഷൻ ടീം ഉണ്ട്, ഒരുപാട് സ്മോക്കിംഗ് ഉള്ള പേഷ്യൻസ് ഉണ്ട്. അവർക്ക് ഇതൊക്കെ നമ്മൾ തന്നെ ഇത് എഡ്യൂക്കേഷൻ എടുത്ത് കൊടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. സോ ആൻഡ് ഇത് നോക്കുന്നതിന് മുമ്പ് സ്മോക്കിംഗ് സെസേഷനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ തരാം. സ്മോക്കിംഗ് സെസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓൾറെഡി സ്മോക്കിംഗ് ബിഹേവിയർ ഉള്ള ഒരു പേഷ്യന്റ് ആൻഡ് നമ്മൾ അദ്ദേഹത്തിന് സംബോധന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്മോക്കർ അങ്ങനെയൊന്നും സംബോധന ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ അവരുടെ ഒരു സോഷ്യൽ ബിഹേവിയറിനെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തുന്ന രീതിയിലൊന്നും പെരുമാറാതിരിക്കുക. ഈവൻ ഇഫ് നിങ്ങൾ UK വർക്ക് ചെയ്യാൻ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന നഴ്സസിന് മനസ്സിലാവും, ഈവൻ പ്രഗ്നന്റ് ആണെങ്കിൽ കൂടെ അവർ സ്മോക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. ബട്ട് നമ്മൾ അതിനെ ഒരു അത്ഭുതമായിട്ടൊക്കെ കൺസിഡർ ചെയ്ത് അവരോട് ബിഹേവ് ചെയ്ത് നമുക്ക് അങ്ങനെ തോന്നും. എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു തുറക്കുന്ന ആളുകളിലൊക്കെ. പക്ഷെ നമ്മൾ മുന്നേ അറിഞ്ഞിരിക്കുക, അതൊക്കെ ഇവിടെ വളരെ കോമൺ ആണ്. അത് അവരുടെ സോഷ്യൽ ബിഹേവിയർ മാത്രമാണ്. അതിനെ തെറ്റായിട്ട് ആരും കാണുന്നില്ല, നമ്മളും തെറ്റായിട്ട് കാണരുത്. ആൻഡ് അവരുടെ സോഷ്യൽ ബിഹേവിയർ അവരുടെ ഹെൽത്തിനെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം, അവരുടെയും മറ്റുള്ളവരുടെയും ഹെൽത്തിനെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ക്വിറ്റിങ്ങിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ നെഗറ്റീവായിട്ട് കണ്ടതിനെ അവരെ അഡ്വൈസ് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഒരിക്കലും അഡ്വൈസ് ചെയ്യാൻ ശ്രമിക്കുക ചെയ്യരുത് പേഷ്യന്റിനെ. നമുക്ക് ഒൺലി ക്വിറ്റിംഗ് മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ എന്ന് മാത്രമേ നമുക്ക് സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. നമുക്ക് മാത്രമല്ല ഏതൊരാൾക്കും അവരുടെ സോഷ്യൽ ബിഹേവിയറിനോട് ബെറ്റർ ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ എന്നല്ലാതെ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അവർ അഡ്വൈസ് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാൻ നിർദ്ദേശിക്കാനോ നമുക്ക് അവകാശമില്ല. സ്മോക്കിംഗ് സെസേറ്റ് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താണ്, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അവർക്ക് എന്താണ് പുതിയ പുതിയ ആക്ടിവിറ്റീസ് ലൈക്ക് സ്മോക്കിങ്ങിന്റെ ക്രേവിംഗ് വരുമ്പോ തന്നെ ജസ്റ്റ് പെട്ടെന്ന് സ്മോക്ക് ചെയ്യാൻ തോന്നുക. അപ്പൊ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത്, ഒന്ന് ആക്റ്റീവ് ആവാൻ നോക്കുക. പെട്ടെന്ന് പോയി ഷവർ എടുക്കുക. അപ്പൊ ആ ഒരു ക്രേവിംഗ് ഒന്ന് കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ ഒന്ന് ഓടാൻ പോവുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആ തോട്ടിൽ നിന്ന് അവർക്ക് ഡൈവേർഷൻ കിട്ടും. അതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇതൊക്കെ ചെറിയ ചെറിയ സ്മോക്കേഴ്സിന് മാത്രമേ നടക്കത്തുള്ളൂ. ചെയിൻ സ്മോക്കിംഗ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല. സോ അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, അവരുടെ ബോഡിയിൽ നിന്ന് നിക്കോട്ടിന്റെ അളവ് നമ്മൾ കുറച്ച് സ്മോക്കിൽ നിന്ന് നമ്മളെ മാറ്റുക. അതിനുള്ള എന്തൊക്കെ മെത്തേഡ്സ് ആണുള്ളത്, നിക്കോട്ടിൻ പാച്ചസ്, അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഇപ്പൊ 40 സിഗരറ്റ് ഒരു ദിവസം സ്മോക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇത്ര എമൗണ്ട് ഓഫ് നിക്കോട്ടിൻ വേണം. അപ്പൊ അതിനനുസരിച്ചുള്ള പാച്ചുകൾ കൊടുക്കുക. ആദ്യം എത്ര MG, അങ്ങനെ MG കുറച്ച് പാച്ച് കൊണ്ടുവരിക. അങ്ങനെ വേണം അവർക്ക് ടേപ്പർ ചെയ്ത് വേണം നിർത്താൻ വേണ്ടിട്ട്. അല്ല ഒറ്റയടിക്ക് അവർക്ക് സ്മോക്കിംഗ് നിർത്താൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ മെത്തേഡ്, പാച്ചസ്. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്, നിക്കോട്ടിൻ ഗംസ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, നിക്കോട്ടൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ഗം. അവർക്ക് സ്മോക്കിങ്ങിന്റെ ക്രേവിംഗ് വരുമ്പോൾ ഈ ചൂയിങ്ങം പോലത്തെ ടാബ്ലറ്റ് കൊടുക്കും, അവരത് ചവയ്ക്കും. ആൻഡ് അതിനും ഡോസ് ഉണ്ട്, ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ വേണം, അത് കൊടുക്കുക, അവരത് കഴിക്കും. അങ്ങനെ അവരുടെ ക്രേവിംഗ് കുറയ്ക്കും. അപ്പൊ ഈ സ്മോക്ക് എന്നുള്ള സാധനം വരുന്നില്ലല്ലോ. ആൻഡ് ആ സ്മോക്ക് മറ്റുള്ളവരുടെ ഹെൽത്തിനെ ബാധിക്കുന്നില്ല. ഇവർക്ക് മാത്രമേ ആ നിക്കോട്ടിൻ ഗമ്മിൽ കൂടെ പാച്ചിൽ കൂടെ ഒക്കെ കിട്ടത്തുള്ളൂ. പിന്നുള്ള മെത്തേഡാണ് ലോസിഞ്ചസ്. അതെന്ന് വെച്ചാല് മുട്ടായി പോലത്തെ ഇരിക്കും, നമ്മുടെ നാക്കിലിട്ട് അലിയുന്ന ടൈപ്പ് മുട്ടായി പോലത്തെ സാധനമായിരിക്കും. അതിങ്ങനെ നാക്കിൽ വെച്ച് അലിയിച്ച് അവര് ആവശ്യത്തിനുള്ള നിക്കോട്ടിൻ എടുക്കും. പിന്നുള്ള മെത്തേഡാണ് ഇൻഹേലർ. നിക്കോട്ടിന്റെ ഇൻഹേലർ ഉണ്ടാവും. അത് ഇങ്ങനെ ഈ ആസ്മ രോഗികളൊക്കെ അടിക്കുന്ന കണക്ക് ഇവര് ഇൻഹേലർ വെച്ച് ഇൻഹേൽ ചെയ്യും. അങ്ങനെ അവരുടെ നിക്കോട്ടിൻ എമൗണ്ട് അവർക്ക് ബ്രീത്തിൽ കൂടെ കിട്ടും. സോ ഇതൊക്കെയാണ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വഴിയുള്ള ക്വിറ്റിംഗ് തെറാപ്പികൾ. പിന്നെ ഇവർക്ക് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് കൊടുക്കും. ലൈക്ക് ആ ഒരു ക്രേവിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രഗ്സ് ഉണ്ട്. ആ ഡ്രഗ്സ് ടാബ്ലറ്റ് ഫോമിലായിരിക്കും. അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. ആ ടാബ്ലറ്റ്സ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ അവർ ചെറിയ ക്രേവിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിലുള്ള പാച്ചും കൊടുക്കും. ഇതിലൂടെ കോമ്പിനേഷൻ തെറാപ്പീസ് ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്, ബിഹേവിയറൽ തെറാപ്പി. ബിഹേവിയറൽ തെറാപ്പിയിൽ മെന്റൽ ഹെൽത്ത് ടീമിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ആൻഡ് അവര് ബിഹേവിയറൽ ആയിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും അവർക്ക് കൊടുക്കും. സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും കൊടുക്കും. ആൻഡ് സ്മോക്കിംഗ് സെസേഷൻ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പുകളിലൊക്കെ ആഡ് ചെയ്യും. അതിനകത്ത് ഓൾറെഡി സ്മോക്കിംഗ് ബിഹേവിയർ ഉണ്ടായിട്ട് ക്വിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇവർക്ക് എല്ലാം മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ സ്വന്തം അനുഭവങ്ങളൊക്കെ ഫീഡ്ബാക്സ് ഒക്കെ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അതൊരു പബ്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. ആ ഗ്രൂപ്പിൽ ഇവരെ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇവർക്കും അതൊക്കെ വായിച്ച് മോട്ടിവേറ്റഡ് ആയിട്ട് അതും അവർക്ക് ഒരു എക്സ്ട്രാ അഡീഷണൽ സപ്പോർട്ട് ആയിരിക്കും. അപ്പൊ അങ്ങനെ നിർത്താൻ പറ്റും എന്ന് മറ്റുള്ളവരെ കാണുമ്പോൾ അവർക്ക് അത് അവർ തെളിയിച്ചവരല്ലേ. അപ്പൊ അവരെ കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാവുക എനിക്ക് ഇവരെ പോലെ നിർത്താൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് സ്മോക്കിംഗ് സെസേഷൻ ബിഹേവിയർ. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. അപ്പൊ ഇതിന്റെ സിനാരിയോ വരാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും.
Patient under your care is undergoing nicotine replacement therapy for smoking cessation. He has got argument that use of cigarette is more helpful in smoking cessation than the nicotine replacement therapy. You will be given 3 studies comparing nicotine replacement therapy over use of cigarette. You need to summarize research findings and give advice on smoking cessation. നിങ്ങളുടെ വാർഡിലുള്ള പേഷ്യന്റ് ഓൾറെഡി നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി കൂടെ അണ്ടർഗോ ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യന്റ് ആണ്. ആൻഡ് അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു ആർഗ്യുമെന്റ് വരികയാണ്, എന്താണ് ഈ ഇലക്ട്രോണിക് സിഗരറ്റ്സ് യൂസ് ചെയ്യുന്നതാണ് മോർ എഫക്റ്റീവ് ക്വിറ്റിങ്ങിനെന്ന് അദ്ദേഹം പറയുകയാണ്. സോ നിങ്ങൾ അക്കോർഡിംഗ് ടു ന്യൂ റിസർച്ചുകളുടെ ബേസിൽ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുക ഏതാണ് കൂടുതൽ എഫക്റ്റീവ്. ആൻഡ് ഇതിന്റെ ആൻസേഴ്സ് വരുന്നത് നിങ്ങൾക്ക് 2 റിസർച്ച് സ്റ്റഡീസ് തരും. നിങ്ങൾ അത് 2 വായിച്ച് നോക്കി മനസ്സിലാക്കുക. ആൻഡ് അതിന്റെ കൂടെ ചെയ്യേണ്ടത് എന്താണ്, ഈ മാർക്കിംഗ് ക്രൈറ്റീരിയ ഉള്ള പോയിന്റ്സ് എന്താണെന്ന് നോക്കി വെച്ചിട്ട് പോകും. അപ്പൊ നമുക്ക് പെട്ടെന്ന് എടുത്ത് എഴുതാൻ പറ്റും. സോ മാർക്കിംഗ് ക്രൈറ്റീരിയ എന്താ പറയുന്നത് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇൻഫോം ദ പേഷ്യന്റ് ദാറ്റ് റീപ്ലേസ്മെന്റ് തെറാപ്പീസ് ഹാവ് നോട്ട് ബീൻ ഫൗണ്ട് ടു അച്ചീവ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആസ് സ്മോക്കിംഗ്. However, e-cigarettes have higher rates of satisfaction compared with nicotine replacement. ഏത് റീപ്ലേസ്മെന്റ് തെറാപ്പി നമ്മൾ ഉപയോഗിച്ചാലും അതൊന്നും ഒരിക്കലും സ്മോക്കിംഗിന് അത്ര സാറ്റിസ്ഫാക്ഷൻ പേഷ്യന്റിന് കൊടുക്കത്തില്ല. സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വീണ്ടും സ്മോക്ക് ചെയ്താൽ മാത്രമേ സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. ബട്ട് സ്റ്റിൽ ഇലക്ട്രോണിക് സിഗരറ്റ്സ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് സ്മോക്കിംഗിന്റെ ഭാഗമായിട്ട് ഇലക്ട്രോണിക് സിഗരറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഒരു അതേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടുന്നുണ്ടെന്നാണ് അക്കോർഡിംഗ് ടു സർവേസ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഡിസ്കസ് വിത്ത് ദ പേഷ്യന്റ് ദാറ്റ് സ്റ്റഡീസ് ഷോൺ ദാറ്റ് സ്റ്റോപ്പിംഗ് സ്മോക്കിംഗ് ഈസ് മോർ ലൈക്ലി വെൻ യൂസിംഗ് ഇലക്ട്രോണിക് സിഗരറ്റ് ആസ് നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ്. സോ എന്താണ് സ്റ്റഡീസ് എന്താണ് കാണിക്കുന്നത്, നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് ഉപയോഗിച്ച് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്ന പേഷ്യൻസിനെക്കാട്ടിൽ കൂടുതൽ ഇലക്ട്രോണിക് സിഗരറ്റ് യൂസ് ചെയ്യുന്നവർക്കാണ് സ്റ്റോപ്പിംഗ് റേറ്റ് കൂടുതൽ. നമ്മൾ ഇലക്ട്രോണിക് സിഗരറ്റ് ഉപയോഗിച്ചാണ് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പും നിക്കോട്ടിൻ പാച്ച് ഉപയോഗിച്ച് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പും എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സിഗരറ്റ് യൂസ് ചെയ്യുന്നവരാണ് കൂടുതൽ റേറ്റ് ഓഫ് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. അഡ്വൈസസ് ദാറ്റ് ഇലക്ട്രോണിക് സിഗരറ്റ് ആർ മോർ ലൈക്ലി ടു കോസ് ത്രോട്ട് ആൻഡ് മൗത്ത് ഇറിറ്റേഷൻ കമ്പയർഡ് ടു നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ്. നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു പാച്ചാണ്, നമ്മുടെ ശരീരത്തെ ഒട്ടിക്കുന്ന ഒരു പാച്ചാണ്. ഇലക്ട്രോണിക് സിഗരറ്റ് എന്ന് പറയുമ്പോൾ വേപ്പിംഗ് ലൈക്ക് ഇത് ഫോട്ടോ കാണിച്ചിട്ടുണ്ടല്ലോ, അതാണ് ഇലക്ട്രോണിക് സിഗരറ്റ്. അപ്പൊ ഇലക്ട്രോണിക് സിഗരറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, ത്രോട്ട് തൊണ്ടയ്ക്കും വായിക്കും ഇറിറ്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ പാച്ചസ് ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ മൗത്ത് ത്രോട്ട് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. അതാണ് അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ്. അടുത്ത പോയിന്റ് നോക്കാം. അഡ്വൈസ് ദാറ്റ് നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പീസ് ആർ മോർ ലൈക്ലി ടു കോസ് നോസിയ. അതേസമയം മൗത്ത് ത്രോട്ട് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും നിക്കോട്ടിൻ പാച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ ചില പേഷ്യൻസിന് നോസിയ ഫീൽ ചെയ്യും. ശ്രദ്ധിക്കാൻ വരുന്ന പോലൊക്കെ തോന്നും. നോസിയേറ്റഡ് ഫീലിംഗ്സ് പേഷ്യൻസിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. എംഫസൈസ് ദാറ്റ് വിത്തൌട്ട് ഫേസ് ടു ഫേസ് സപ്പോർട്ട് ദർ ഇസ് ലോ എഫിക്കസി ഫോർ ബോത്ത് ട്രീറ്റ്മെന്റ്സ് ആൻഡ് റെക്കമെൻഡ് ദാറ്റ് ദ പേഷ്യന്റ് യൂസ് സ്മോക്കിംഗ് സെസേഷൻ സപ്പോർട്ട് സർവീസസ് സൈൻ പോസ്റ്റിംഗ് ദം ടു ലോക്കൽ സർവീസസ്. ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ഇല്ലാതെ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് സംഭാഷണങ്ങൾ ഇല്ലാതെ ബോത്ത് ട്രീറ്റ്മെന്റിൽ ലോ എഫിക്കസി ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു ആൻഡ് ഇലക്ട്രോണിക് സിഗരറ്റ് ആണോ യൂസ് ചെയ്യുന്നത്, പാച്ചാണോ യൂസ് ചെയ്യുന്നത്, എന്ത് യൂസ് ചെയ്താലും അവരുടെ മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി ഉള്ള ഫേസ് ടു ഫേസ് കോൺവെർസേഷനിലും അവരുടെ ലോക്കൽ പോളിസി പ്രകാരമുള്ള സ്മോക്കിംഗ് സെസേഷൻ സപ്പോർട്ട് ഗ്രൂപ്പിന്റെ ഹെൽപ്പും ഇല്ലാതെ എന്താണ് സ്മോക്കിംഗ് സെസേഷൻ എഫക്റ്റീവ് ആവത്തില്ല. സോ ഇപ്പം ഓൾറെഡി നിക്കോട്ടിൻ പാച്ചിലിരിക്കുന്ന ഒരു പേഷ്യന്റ് ആയാലും നമ്മൾ വീക്കിലി അവരെ കൗൺസിലിംഗ്, അവരെ ഗ്രൂപ്പ് തെറാപ്പിക്കൊക്കെ വിളിക്കും. സോ അത് അത്യാവശ്യമാണെന്നാണ് കാണിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. പോസിറ്റീവ്ലി അക്നോളജ് ദ കൺസിഡറേഷൻ ഓഫ് ഗിവിംഗ് അപ്പ് സ്മോക്കിംഗ് ബൈ ഓഫറിംഗ് സപ്പോർട്ട് ആൻഡ് എൻകറേജ്. അദ്ദേഹം സംസാരിക്കാൻ വരുമ്പോൾ അതിനർത്ഥം അദ്ദേഹത്തിന് നമ്മൾ പോസിറ്റീവ്ലി അക്നോളജ് ചെയ്യണം. നിങ്ങൾ ഒന്നുമില്ല സ്മോക്കിംഗ് സെസേറ്റ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എടുത്തല്ലോ, അതിനെ നമ്മൾ എൻകറേജ് ചെയ്യുക, മാക്സിമം സപ്പോർട്ടും എൻകറേജ്മെന്റും ഓഫർ ചെയ്യുക. അതാണ് ആസ് എ പ്രൊഫഷണൽ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം. അദ്ദേഹത്തിന് മാക്സിമം എൻകറേജ്മെന്റ് ആൻഡ് സപ്പോർട്ട് ഓഫർ ചെയ്യുക, നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ ഹെൽപ്പും അദ്ദേഹത്തിന് സ്മോക്കിംഗ് സെസേഷന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക. ഇത്രയാണ് മാർക്കിംഗ് ക്രൈറ്റീരിയ പറയുന്നത്. ഇത്രയേ ഉള്ളൂ സ്മോക്കിംഗ് സെസേഷൻ. ഇതിലെ കാര്യങ്ങൾ ഇലക്ട്രോണിക് സിഗരറ്റ് എന്താണ്, പാച്ചസ് എന്താണ്, ഇതൊക്കെ ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കുക. എന്നിട്ട് മാർക്കിംഗ് ക്രൈറ്റീരിയ വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. ആൻഡ് ഇതില് ഐ വിൽ എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിൽ വേണം എഴുതാന്, ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ട് വേണം എഴുതാന്. ഒരിക്കലും പാരഗ്രാഫ് ആക്കി എഴുതില്ല, വളരെ ക്ലിയർ ആൻഡ് ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുക. സ്മോക്കിംഗ് സെഷൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, ചോദിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. ആൻഡ് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ബേസിക് ആണ്, കാരണം നമുക്ക് വാട്സിൽ ഇതൊക്കെ യൂസ് ചെയ്യാനുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ്
നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാവരും നമ്മുടെ വീഡിയോസ് യൂട്ടിലൈസ് ചെയ്യട്ടെ. ആൻഡ് ഓസ്കിയുടെ ബാക്കിയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.